ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇന്നത്തെ ഏറ്റവും പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. നാടിനെ നടുക്കി അരും കൊല. നാടിനെ ഞെട്ടിച്ച് ആലപ്പുഴ കരൂരിൽ യുവതിയുടെ അരും കൊല. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയെയാണ് പ്രതി ജയചന്ദ്രൻ തലക്കടിച്ചു കൊന്ന് വീടിനടുത്ത പറമ്പിൽ കുഴിച്ചുമൂടിയത്. ജയചന്ദ്രനും വിജയലക്ഷ്മിയുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നുവെന്ന് ജയചന്ദ്രന്റെ ഭാര്യ സുനിമോൾ പറഞ്ഞു. വിജയലക്ഷ്മിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും സുനിമോൾ പറഞ്ഞു. ശനിയാഴ്ച പോലീസുകാർ വന്നിച്ചും പറഞ്ഞ് ഏതാണ് ഒരു ബുധനാഴ്ച എങ്ങാണ്ട് കഴിഞ്ഞിട്ടെങ്കിൽ ബുധനാഴ്ച ഇവിടെ ജയിലുണ്ടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ലായിരുന്നു, ഞാൻ വീട്ടു വിലയ്ക്ക് പോയിരിക്കുവാരെന്ന് പറഞ്ഞു. അന്നേരം പറയും ഇവിടെ വന്നെങ്കിൽ വന്നെന്ന്. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ബോട്ടിലാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സ്വിച്ച് ഓഫ് ആയിരുന്നു. ബോട്ടിൽ 5-6 ദിവസം ബോട്ടിൽ സ്വിച്ച് ഓഫാണ്. അത് കഴിഞ്ഞപ്പോൾ ബോട്ട് കയറിയപ്പോൾ അവിടുന്ന് കൊണ്ടുപോയി. സഹോദരിയെ കാണുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്ന വിജയലക്ഷ്മിയുടെ കുടുംബവും പ്രതികരിച്ചു. 11-ാം തീയതി കൊണ്ടുവന്ന് അവിടെ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഞാൻ പരാതി കൊടുത്തായിരുന്നു. ഇതുപോലെ ചേട്ടത്തിയെ കാണുന്നില്ലെന്നും പറഞ്ഞ് അതനുസരിച്ച് അവർ അന്വേഷണത്തിന് പോയി. രാവിലെ വന്നിട്ട് പറഞ്ഞു നമുക്ക് എന്തോ സംഭവിച്ചെന്ന്. അപ്പോഴെപ്പോഴുള്ള ഒരാൾ വിളിച്ചു വരുത്തിയതാണ് അയാൾ ഏതാണ്ട് ചെയ്തത്. അമ്പലപ്പുഴയിലെ കരൂരിൽ നിന്ന് അല്പസമയം മുമ്പാണ് മൃതദേഹം കണ്ടെടുത്തത്. മനീഷ് മഹിപാലും ആർ അരുൺ രാജും കൂടുതൽ വിവരങ്ങൾ നൽകും. മനീഷ്, ഇതിൽ ഈ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയുമോ? ഇതിൽ മറ്റാരുടെയെങ്കിലും പങ്കാളിത്തം? യഥാർത്ഥത്തിൽ ഇതിന്റെ മോട്ടീവ് എന്തായിരുന്നു? എന്തിനു വേണ്ടിയാണ് പ്രതി ഈ കൃത്യം നിർവഹിച്ചത്? ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിനൊരു വ്യക്തത വന്നിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, പെട്ടെന്നുള്ള പ്രകോപനമാണെന്നാണ് പ്രതി നൽകിയിട്ടുള്ള മൊഴി എങ്കിൽ കൂടി ജയചന്ദ്രന്റെ ഭാര്യ സുനിമോളുടെ മൊഴി കൂടി കണക്കിലെടുത്ത് ഇവർ തമ്മിൽ 2 വർഷത്തിലധികമായി ബന്ധമുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ബന്ധത്തിനെ തുടർന്ന് തർക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുനിമോൾ ആവശ്യപ്പെട്ടിട്ടും ഇവർ തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന് ജയചന്ദ്രൻ പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് അത് തീർപ്പാക്കാതെ വിജയലക്ഷ്മിയെ പൂർണ്ണമായും തനിക്ക് ആ ബന്ധം ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ആസൂത്രിതമായിട്ടുള്ള കാര്യങ്ങൾ ആസൂത്രിതമാണോ എന്നുള്ള കാര്യത്തിൽ ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ വീടിന്റെ പിൻഭാഗത്ത്, അതായത് ഇതാണ് ജയചന്ദ്രന്റെ വീട്. ഇത് നേരത്തെ ഇവർ താമസിച്ചിരുന്ന തീരദേശത്താണ്. അവിടെ നിന്നും 1.5 വർഷങ്ങൾക്ക് മുൻപാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. ഈ വീടിന്റെ പിൻഭാഗത്തുള്ള പറമ്പിൽ, അത് മറ്റൊരാളുടെ പറമ്പാണ്. ആ പറമ്പ് മനു എന്ന ആളുടെ വീടാണ്, പറമ്പാണ്. അയാളത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് അവിടെ പുതിയ വീട് നിർമ്മിക്കാൻ വേണ്ടി അവിടെ തറക്കല്ലിട്ടത്. അങ്ങനെ ഒരു മാസങ്ങൾ കഴിഞ്ഞ് അവിടെ ഒരു വീട് ഉയരാൻ സാധ്യതയുള്ള സ്ഥലത്ത് തന്നെ കുഴിച്ചിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അവിടെ നിന്നും തെളിവ് ശേഖരണം, അതായത് ഈ കുഴിച്ച സ്ഥലത്തു നിന്ന് എടുത്ത കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് സംഘം അത് കൃത്യമായി തെളിവ് ശേഖരണ ഭാഗമായിട്ട് മാറ്റുകയാണ്. അങ്ങനെ പോലീസിന്റെ നടപടി ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം, അതായത് കുഴിക്ക് മുകളിൽ പിന്നീട് സിമന്റ് വിതറി അത് കോൺക്രീറ്റ് ചെയ്യാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ആദ്യം കുഴിച്ചു മൂടുന്നത് 6-ാം തീയതി വൈകിട്ടോ 7-ാം തീയതി പുലർച്ചെയോ ആണ്. ഈ സമയത്ത് പിന്നീട് ഇയാൾ നിരീക്ഷിച്ച് വന്ന സമയത്ത് അതിന് പുറത്ത് നായ ഇത് മാന്തിയിരുന്നു, ഈ കുഴി മാന്തിയിരുന്നു. നായ കുഴി മാന്തിയ അത് കണ്ട് പിന്നീട് അത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി താൻ തന്നെ സിമന്റ് വാങ്ങി അതിന് മുകളിൽ കുഴച്ച് തേച്ചു എന്നാണ് നിലവിൽ പ്രതി ഇപ്പോൾ മൊഴി നൽകിയിട്ടുള്ളത്. അങ്ങനെ കൃത്യമായ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ കൂടി മറ്റൊരു സഹായം ഇയാൾക്ക് ആ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ എന്ന് കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇവിടെയുള്ള നാട്ടുകാരുടെ പ്രതികരണമാണ്. ഈ ജയചന്ദ്രനെ പറ്റി എന്താണ് പറയാനുള്ളത്? ജയചന്ദ്രന്റെ തീരദേശത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഈ പുനർഗേഹം പദ്ധതി പ്രകാരം വീട് കിട്ടി അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് താമസമായിട്ടുള്ളത്. കുറച്ച് നാളേ ഉള്ളൂ, ഏകദേശം 1-1.5 കൊല്ലമേ ഉള്ളൂ ഇങ്ങോട്ട് താമസമാക്കിയിട്ട്. ഇയാളുടെ സ്വഭാവം എങ്ങനെയാണ് അറിയാമോ? ഇവിടെ അങ്ങനെ ആരും അങ്ങനെ വലിയ സഹകരണമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പുള്ളി മത്സ്യത്തൊഴിലാളിയാണ്, ജോലിക്ക് പോകുന്നു വരുന്നു, അങ്ങനെയല്ല മറ്റ് ആരോട്ടും അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. കേസുകളുടെ പശ്ചാത്തലം അങ്ങനെയൊന്നും ഇത് നമ്മുടെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. എന്ത് ഞാൻ പുന്നപ്പുറയുള്ള ഞാൻ ഇത് അറിഞ്ഞ് വന്നതാണ് ഇവിടെ.
ആഷ്മി, അങ്ങനെ ഈ ഒരു സംഭവം നാടിനെ നടുക്കിയിട്ടുണ്ട്. അങ്ങനെ പുറത്ത് നിന്നുള്ള സ്ഥലത്ത് നടക്കം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നവുമില്ലാത്ത ശാന്തമായ ഒരു മേഖലയാണ് ഇവിടെ. ഇങ്ങനെ ഒരു കൊലപാതകം, അതും തങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലൊരാൾ, അതായത് നാട്ടുകാരോട് പോലും മുഖത്ത് നോക്കി സംസാരിക്കാത്ത ഒരു വ്യക്തി ഇങ്ങനെ ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയത് കുഴിച്ചു മൂടി എന്ന് വിശ്വസിക്കാനാവുന്നില്ല. പക്ഷേ ഇയാളെ സംബന്ധിച്ച് ചില ആക്ഷേപം ഉണ്ടായിരുന്നു. അതായത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരോപണം ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ഇൻക്വസ്റ്റ് നടപടികളാണ്. ഏകദേശം പൂർണ്ണമായും മൃതദേഹം കുഴിക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം 1.5 മണിക്കൂറോളം സമയമായിരിക്കും ഇൻക്വസ്റ്റിന് വേണ്ടുക. ഈ ഇൻക്വസ്റ്റ് നടപടിക്ക് ശേഷം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റും. അവിടെ പോസ്റ്റ്മോർട്ടം, DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ അവിടെയായിരിക്കും നടക്കുക. കരുനാഗപ്പള്ളി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇന്ന് രാവിലെ ഏകദേശം 10:30യോടുകൂടിയാണ് കരുനാഗപ്പള്ളി പോലീസ് ഈ പുറക്കാട് ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലേക്ക് എത്തി ഈ മൃതദേഹം കണ്ടെടുക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ഇപ്പോൾ ഒരു 3 മണിക്കൂർ സമയം കൊണ്ടാണ് മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും അത് പുറത്തേക്കെടുക്കാനുള്ള നടപടികൾ പൂർണ്ണമായിരിക്കുന്നത്. വിജയകുമാർ. യെസ്, ആർ അരുൺ രാജ് കൂടി ചേരുന്നു. അരുൺ, ഇതിൽ പോലീസ് എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്? വളരെ തന്ത്രപരമായി ഈ കുറ്റകൃത്യം ഒളിപ്പിക്കുക, മൃതദേഹം ഒളിപ്പിക്കുക, തെളിവുകൾ പുറത്തു വരാതിരിക്കാനുള്ള നീക്കങ്ങൾ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക, ഇതൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് അന്വേഷണ സംഘം ഈ പ്രതിയിലേക്ക് എത്തുന്നത്? അതിൽ നിർണായകമായത് എന്തൊക്കെയാണ് അരുൺ? വിജയകുമാർ, പോലീസിന് മുമ്പാകെ നവംബർ 13-ന് പരാതി എത്തുന്നു. കരുനാഗപ്പള്ളി ആദിക്നാട് സ്വദേശിയായ വിജയലക്ഷ്മിയെ കാണുന്നില്ല എന്നതായിരുന്നു ഈ പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തുകയും ഈ വിജയലക്ഷ്മിയുടെ ഫോൺ സംബന്ധിച്ച വിവരങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്തെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ വിജയലക്ഷ്മിയെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും പോലീസ് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് എറണാകുളത്ത് ഇത്തരമൊരു ഫോൺ എത്തിയെന്ന പരിശോധനയാണ് പിന്നീട് തുടങ്ങിയത്. അങ്ങനെയാണ് എറണാകുളം ഒരു KSRTC സ്റ്റാൻഡിൽ നിന്നൊരു ജീവനക്കാരനാണ്, കണ്ടക്ടറാണ് ഈ ഫോൺ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത്. ഫോണിൽ അലക്ഷ്യമായ നിലയിൽ കണ്ടെത്തിയ ഫോൺ ഏൽപ്പിച്ചു എന്നതായിരുന്നു ഈ പ്രധാനപ്പെട്ട വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫോണുമായി ബന്ധപ്പെട്ട ഫ്രീക്വൻസി കോളുകളാണ് പോലീസ് പരിശോധിച്ചത്. അതിന്റെ CDR അടക്കം എടുത്ത് പരിശോധിച്ചപ്പോൾ റെഗുലറായി സംസാരിച്ച ഒരു വ്യക്തിയിലേക്ക് പോലീസ് അന്വേഷണം എത്തി. അത് ആദ്യഘട്ടത്തിൽ 3 പേരായിരുന്നു. കരുനാഗപ്പള്ളി തന്നെ സ്വദേശിയായ ഒരു വ്യക്തി, മറ്റൊന്ന് ഈ ജയചന്ദ്രൻ ഈ വ്യക്തി, അതുപോലെ തന്നെ ഈ ശക്തികുളങ്ങര സ്വദേശിയായ മറ്റൊരു ചെറുപ്പക്കാരൻ. ഈ 3 പേരിലേക്കാണ് ആദ്യഘട്ടത്തിൽ പോലീസ് വിവരങ്ങൾ അന്വേഷിച്ചെത്തിയത്. അവിടെ നിന്നാണ് ജയചന്ദ്രൻ എന്ന ഒറ്റ പേരിലേക്ക് പിന്നീട് പോലീസ് എത്തുന്നത്. അതിന് പോലീസ് സംശയിക്കുന്ന ചില കാരണങ്ങളുണ്ട്. ഈ സ്ത്രീയെ കാണാതായെന്ന് പറയുന്ന നവംബർ 6-ന് വൈകുന്നേരം 7:40-ന് അവസാനമായി ഈ വിജയലക്ഷ്മി ഫോണിൽ സംസാരിച്ചത് ജയചന്ദ്രനുമായിട്ടാണ്. ആ ഫോണിൽ സംസാരിച്ച ശേഷമാണ് ഈ വിജയലക്ഷ്മിയെ കാണാതാകുന്നത് എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. ഇതിന് പിന്നാലെ പോലീസ് ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അമ്പലപ്പുഴയാണെന്ന് മനസ്സിലാക്കുകയാണ്. അമ്പലപ്പുഴ സ്വദേശിയായ ഈ ജയചന്ദ്രനിലേക്ക് പിന്നീട് പോലീസ് അന്വേഷണം കേന്ദ്രീകരിച്ചെങ്കിലും ജയചന്ദ്രൻ ആദ്യഘട്ടത്തിൽ ഈ കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല. ജയചന്ദ്രൻ പൂർണ്ണമായിട്ടും താൻ ഇതിൽ പങ്കാളിയല്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് പിന്നീട് പോലീസ് ഇതിന്റെ ശാസ്ത്രീയ തെളിവുകൾ, സാങ്കേതികപരമായ കാരണങ്ങളടക്കം പരിശോധിക്കാൻ തയ്യാറായത്. ജയചന്ദ്രന്റെ വീട്ടിലടക്കം എത്തി പരിശോധന നടത്തി. ഈ പരിശോധനയിലാണ് ചില സംശയങ്ങൾ പോലീസിന് മുമ്പാകെ എത്തുകയും ഈ ജയചന്ദ്രന്റേതായ വിവരങ്ങൾ പോലീസ് തേടുകയും ചെയ്തത്. ഒടുവിൽ ജയചന്ദ്രൻ എറണാകുളത്ത് ഈ പോലീസിന് ഫോൺ ലഭിച്ച സമയം എറണാകുളത്ത് എത്തിയതായി വിവരം ലഭിച്ചു. പക്ഷേ അപ്പോഴും എറണാകുളം യാത്ര സംബന്ധിച്ച് തെറ്റായ വിവരമാണ് ജയചന്ദ്രൻ പോലീസിന് മുമ്പാകെ നൽകിയത്. പക്ഷേ അത് പോലീസ് ഉറപ്പിച്ചില്ല. ജയചന്ദ്രനെ പിന്നീട് ഞായറാഴ്ചയോടെ ശക്തികുളങ്ങര ഹാർബറിൽ നിന്ന് ഈ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്ന സമയമാണ് അവിടെ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ജയചന്ദ്രന്റെ പേഴ്സിൽ നിന്ന് നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ എറണാകുളം യാത്രയുടെ ട്രെയിൻ ടിക്കറ്റ് അടക്കം ഈ KSRTCയുടെ യാത്ര ചെയ്ത ടിക്കറ്റ് അടക്കം പോലീസിന് ലഭിക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ജയചന്ദ്രൻ കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല. ഇന്ന് പുലർച്ചെയോടെയാണ് ജയചന്ദ്രൻ ഇക്കാര്യത്തിൽ താനാണ് കൊലപാതകം ചെയ്തത്. കൊലപാതകത്തിന് കാരണം ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് എത്തിയ ഒരു ഫോൺ കോളാണ്. അതിനെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ വിജയലക്ഷ്മിയെ താൻ ആദ്യം തലപിടിച്ച് കട്ടിലിടിക്കുന്നു. ഒടുവിൽ മരണം സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടായതിനെ തുടർന്ന് ഈ മരണം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് തലക്കിടിക്കുകയും പിന്നീട് കഴുത്തിരിച്ച് മരണം ഒന്നുകൂടി ഉറപ്പിച്ച ശേഷം സമീപത്തെ പറമ്പിൽ കുഴിച്ചിടുകയും ചെയ്തത്. ഈ കുഴിച്ചിട്ട സമയത്തും ജയചന്ദ്രൻ തന്നിലേക്ക് അന്വേഷണം വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുത്തു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ പറമ്പ് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പറമ്പിൽ പൂർണ്ണമായും വിണ്ടുകീറിയ അവസ്ഥയിലായി. അപ്പോൾ മൃതദേഹത്തിന്റെ ഗന്ധം പുറത്തേക്ക് എത്തുമോ എന്ന സംശയത്തെ തുടർന്ന് കൂടുതൽ മണ്ണ് സമീപത്ത് നിന്നെടുത്ത് ഈ കുഴിച്ചിട്ട സ്ഥലത്ത് വീണ്ടും ഇട്ടു. പക്ഷേ അപ്പോഴും ഈ സ്ഥലത്ത് ഒരു നായ എത്തി ഈ സ്ഥലം കൂടുതൽ ചെകയുന്നത് കണ്ടുകൊണ്ടാണ് ഈ സമീപത്ത് കിടന്ന കോൺക്രീറ്റ് മിക്സർ ഉപയോഗിച്ച് ഈ സ്ഥലം പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്തത്.
ഒരു ലെയർ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തത് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ പൂർണ്ണമായും പുറത്തെടുത്തിട്ടുണ്ട്. കൊലപാതകം താനാണ് ചെയ്തതെന്ന് ഇപ്പോൾ ജയചന്ദ്രൻ തന്നെ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. നിലവിൽ കരുനാഗപ്പള്ളി പോലീസ് അന്വേഷിച്ച മിസ്സിംഗ് പരാതി ഇനി അമ്പലപ്പുഴ പോലീസായിരിക്കും ഈ കേസുമായി സംബന്ധിച്ച തുടരന്വേഷണം നടത്തുക. കൊലപാതകം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും മോട്ടീവ് ഉണ്ടോ എന്നീ കാര്യങ്ങൾ പരിശോധന നടത്തും. എന്തായാലും ഈ ജയചന്ദ്രന്റെ കുടുംബം ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ആ കുടുംബത്തിന് ഇവർ തമ്മിൽ സൗഹൃദമുണ്ട് എന്നറിയാം. അതിനപ്പുറമുള്ള ചില വസ്തുതകളെ സംബന്ധിച്ച കൂടുതൽ വ്യക്തതയില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും തെളിവുകൾ പൂർണ്ണമായും ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞു. അന്വേഷണത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായ ഒരു മികവ് പോലീസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞതും ഈ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞതും മൃതദേഹം പൂർണ്ണമായും കണ്ടെത്താൻ കഴിഞ്ഞതും അടക്കമുള്ള കാര്യങ്ങൾ ഈ അന്വേഷണത്തിന് കൂടുതൽ ബലപ്പെടുന്നതാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ആലപ്പുഴ SP MB മോഹനചന്ദ്രൻ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടത്. എന്തായാലും ജയചന്ദ്രനെ അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ കരുനാഗപ്പള്ളി പോലീസിൽ നിന്ന് അമ്പലപ്പുഴ പോലീസ് ഏറ്റെടുക്കും. കാരണം ഈ കേസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. ക്രൈം സീൻ എന്ന് പറയുന്നത് അമ്പലപ്പുഴയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ നടക്കും. എന്തായാലും കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അത് ക്രൂരമായ കൊലപാതകം, അത് പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്നുണ്ടായ കൊലപാതകമാണെന്നും പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നുണ്ട്. എഫ്ഐആറിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് വന്ന ഒരു ഫോൺ കോൾ അതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചത് എന്നുള്ളതാണ്. അരുൺ, ഇതിൽ മറ്റ് സഹായം ഈ പ്രതിക്ക് കിട്ടിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഇയാൾ ഒറ്റയ്ക്കാണോ കൃത്യം ചെയ്തത്? ഈ മൃതദേഹം മറവ് ചെയ്യാനൊക്കെ ആരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിലവിൽ ഈ പറയുന്ന ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണമാകെ നീങ്ങുന്നത്, അല്ലേ? തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനം പോലീസ് പറയുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് പോലീസ് ഉറപ്പിക്കാൻ കാരണം ചില വസ്തുതകളാണ്. കാരണം ഈ പ്രതി നൽകിയ വിവരം, പ്രതി നൽകിയ മൊഴികൾ, ഇതിൽ കൂടുതൽ പേർക്ക് പങ്കില്ല എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഉറച്ചു തന്നെയാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സംശയിക്കുന്നത് ഇതിൽ ഈ വിജയലക്ഷ്മിയെ റെഗുലർ കോണ്ടാക്ട് ചെയ്ത കുറച്ച് പേരുണ്ട്. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമായിരുന്നോ? ഇവർ നേരത്തെ ജയചന്ദ്രനുമായി ഫോണിലോ ഏതെങ്കിലും തരത്തിലോ ബന്ധപ്പെട്ടിരുന്നോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ പോലീസ് ജയചന്ദ്രൻ എന്ന വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. ഈ പ്രതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസമായി വലിയ ഉന്നതിയൊന്നുമുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ലഭിച്ച പരിമിതമായ അറിവ്, സിനിമയിൽ നിന്ന് ലഭിച്ച അറിവ്, ഇതെല്ലാം ഉപയോഗിച്ചാണ് ഈ കൊലപാതകം നടത്തിയതും പിന്നീട് ഈ കൊലപാതകം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതും ചെയ്തത് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ പ്രതി ഇപ്പോൾ പറയുന്നത് വസ്തുതകളാണ്, ശരിയാണ്, സത്യമാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. കാരണം ആദ്യഘട്ടത്തിൽ ഈ പിടിക്കപ്പെടുമ്പോഴും പിടിച്ച് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലും അടക്കം പ്രതി കളവ് പറഞ്ഞെങ്കിൽ ഇപ്പോൾ പ്രതി പറയുന്നതിൽ ചില വസ്തുതകളുണ്ട്, അതിൽ ശരിയുണ്ട് എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട പ്രതിക്ക് ഇനി ഒളിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ പോലീസ് അതിന്റെ കുരുക്ക് മുറുക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു മിസ്സിംഗ് കേസ് അന്വേഷിച്ച കരുനാഗപ്പള്ളി പോലീസ് ഈ പ്രതിയിലേക്ക് എത്തുന്ന എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷമാണ് ഈ പ്രതിയിലെ പിടികൂടുന്നത്. പ്രതിയെ പിടികൂടി ഒടുവിൽ ഈ സ്ഥലത്തേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് ഇനി രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ പൂർണ്ണമായും പോലീസിനെ ശേഖരിക്കാൻ കഴിഞ്ഞു. ഈ പ്രതി ഈ എറണാകുളത്തേത് പോയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, അതുപോലെ ഈ വിജയലക്ഷ്മിയുമായി ഫോണിൽ വിളിച്ചതിന്റെ രേഖകൾ, ഈ സ്ഥലത്തെത്തിച്ച ടവർ ലൊക്കേഷൻ, CDR, റെഗുലറായി ഫോണിൽ സംസാരിച്ചതിന്റെ വിവരങ്ങൾ, കൊലപാതകത്തിനിടയാക്കിയ മോട്ടീവ്, അതുമായി സാധൂകരിക്കുന്ന പ്രതിയുടെ മൊഴിയിൽ സാധൂകരിക്കുന്ന ഫോൺ ഡീറ്റെയിൽസ്, ഇതെല്ലാം നിലവിൽ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് ഇനി തുടർ നീക്കമുണ്ടാവും. എന്തായാലും അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. അരുൺ, അതുപോലെ നേരത്തെ തന്നെ അരുൺ സൂചിപ്പിച്ചിരുന്നു, ഈ വിജയലക്ഷ്മിയെ വിളിച്ചയാളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. ആ ഒരു കോളാണ് ഈ പ്രകോപനത്തിന് കാരണമായത് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ എന്തെങ്കിലും ലീഡ്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലീഡ് ആ ചോദ്യം ചെയ്യലിൽ ഉണ്ടായിട്ടുണ്ടോ? ഒപ്പം ഈ ജയചന്ദ്രനെ അറസ്റ്റ് ചെയ്തത് ശക്തികുളങ്ങരയിൽ വെച്ചാണല്ലേ? തീർച്ചയായും വിജയകുമാർ, ഇതിൽ ഏറ്റവും പ്രധാനം ഈ സംഭവ ദിവസം, ഈ കൊലപാതകം നടക്കുന്ന ദിവസം പുലർച്ചെ ഈ ഫോണിലേക്ക് എത്തിയ ഒരു ഫോൺ കോൾ, അത് വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് ഈ കരുനാഗപ്പള്ളി സ്വദേശി, അത് ഇപ്പോൾ ഈ കേസുമായി നേരിട്ട് അയാൾക്ക് പ്രതിയല്ലാത്തതോടെ അയാളുടെ പേര് നമ്മൾ പറയുന്നില്ല എന്നത് മാത്രമാണ്. കാരണം അയാളുടെ സ്വകാര്യത മാനിക്കേണ്ടതുണ്ട്. ഈ കരുനാഗപ്പള്ളി സ്വദേശിയായ ഒരു വ്യക്തിയുടെ ഫോണാണ് ഈ വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് എത്തുന്നത്. ആ ഫോണിലെത്തിയ കോൾ അത് ജയചന്ദ്രനെ പ്രകോപിതനാക്കി. തുടർന്നാണ് ഈ കൊലപാതകം നടത്തുന്നത്. പക്ഷേ അപ്പോഴും
ഇതിൽ ഏറ്റവും പ്രധാനം ഈ പ്രകോപനം ഉണ്ടായ ശേഷം ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ പ്രതി പിന്നീട് വേറെ ആരുമായി സംസാരിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പോലീസിന് ഇക്കാര്യത്തിൽ ലീഡ് ലഭിക്കുന്നത് 2 ഘട്ടത്തിലാണ്. ഒന്ന്, ഈ വിജയലക്ഷ്മിയുടെ ഫോണിൽ അവസാനമായി എത്തിയ ഫോൺ കോൾ. 2, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ജയചന്ദ്രനിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, അത് കളവാണെന്നും പോലീസ് ലഭിച്ച വിവരങ്ങൾ ശരിയാണെന്നും തെളിയിക്കുന്ന ചില തെളിവുകൾ. അത് ഈ സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ ഇരുവരും തമ്മിൽ കണ്ടിട്ടില്ലെന്ന് ആദ്യമേ തന്നെ ജയചന്ദ്രൻ കളവ് പറഞ്ഞു. ഇത് പോലീസിന് തെറ്റാണെന്ന് തെളിയിക്കാൻ വളരെ നിഷ്പ്രയാസം കഴിഞ്ഞു. കാരണം ഈ ഒരേ ടവർ ലൊക്കേഷൻ, കണ്ട സ്ഥലങ്ങൾ, യാത്ര ചെയ്ത സമയങ്ങൾ, ഇതെല്ലാം പോലീസ് കൃത്യമായി ഏകോപിപ്പിച്ചു. അത് ഈ ജയചന്ദ്രൻ പറയുന്നത് കളവാണെന്ന് ബോധ്യപ്പെട്ടു. പിന്നീട് ഈ വീട്ടിലെത്തി നടത്തിയ പരിശോധനയിലും ജയചന്ദ്രൻ അറിയാതെയാണ് പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തുന്നത്. അപ്പോഴും ജയചന്ദ്രൻ പറയുന്നതിൽ ചില കളവുണ്ട് എന്ന് പോലീസ് ഉറപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി. ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് ഇതിൽ ഒരു വ്യക്തി നൽകിയ വിവരമാണ്. ആ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ KSRTCയിലെ കണ്ടക്ടറാണ്. ഈ തന്റെ വാഹനത്തിൽ, തന്റെ എറണാകുളത്തെ കണ്ണൂരിലേക്ക് പോകുന്ന തന്റെ വാഹനത്തിൽ ഒരാൾ ഫോൺ ഉപേക്ഷിച്ചു പോകുന്നതായി മറ്റൊരു യാത്രക്കാരൻ കണ്ടു എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് മറന്നു വെച്ചതാണോ എന്ന സംശയമുണ്ട്. അതിനാൽ ഈ ഫോൺ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നു എന്നായിരുന്നു കണ്ടക്ടർ നൽകിയ മൊഴി. അങ്ങനെ ഒരു മൊഴി അവിടെ എത്തിയപ്പോൾ തന്നെ പോലീസ് ജയചന്ദ്രൻ എറണാകുളത്ത് എത്തിയിരുന്നോ എന്നതായിരുന്നു ആദ്യം പരിശോധിച്ചത്. ടവർ ലൊക്കേഷനിൽ എറണാകുളത്ത് ജയചന്ദ്രൻ എത്തിയതായി ബോധ്യപ്പെട്ടു. തുടർന്ന് ജയചന്ദ്രൻ ഞായറാഴ്ച ഈ ശക്തികുളങ്ങരയിൽ എത്തിയപ്പോൾ അവിടെ കാത്തുനിന്ന കരുനാഗപ്പള്ളിയിലെ പോലീസ് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത സമയത്ത് അറസ്റ്റ് റെക്കോർഡിക്കലായി രേഖപ്പെടുത്തിയില്ല. കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ താൻ എറണാകുളത്ത് പോയിട്ടില്ല എന്നതാണ് പ്രതി ആദ്യം പോലീസിനോട് പറഞ്ഞത്. പക്ഷേ ഈ പ്രതിയുടെ പേഴ്സിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങൾ, അത് എറണാകുളത്തേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട ടിക്കറ്റാണ്. അതിൽ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ അതിൽ മറ്റൊരാവശ്യത്തിന് പോയതാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ആ ആവശ്യം നടന്നില്ല, അതുകൊണ്ട് തിരിച്ചു പോരുന്നു. പക്ഷേ ഇത് സാധൂകരിക്കുന്ന വിവരമായിരുന്നില്ല പ്രതിയുടെ ഫോൺ കോളിൽ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് ഈ ചേവായൂർ എന്ന സ്ഥലത്ത് പോയി എന്നായിരുന്നു പ്രതി നൽകിയ മൊഴി. പക്ഷേ അത് സാധൂകരിക്കുന്ന വിവരമായിരുന്നില്ല ഫോണിൽ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ പ്രതി ഇതാണെന്ന് പോലീസ് ഉറപ്പിച്ചു, ജയചന്ദ്രനാണെന്ന് ഉറപ്പിച്ചു. അപ്പോഴും ജയചന്ദ്രനിൽ നിന്ന് ഒരു ലീഡ് കിട്ടണം. കാരണം മൃതദേഹം അടക്കം കണ്ടെടുക്കണമെങ്കിൽ ഒരു ലീഡ് ഈ പ്രതിയിൽ നിന്ന് കിട്ടണം. അതിനുള്ള ശ്രമങ്ങളാണ് പിന്നീട് പോലീസ് നടത്തിയത്. ആ ശ്രമം ഒടുവിൽ വിജയം കണ്ടു. ഒടുവിൽ പ്രതി പോലീസിന് മുമ്പാകെ കുറ്റസമ്മതം നടത്തുകയാണ്. തന്റെ പ്രകോപനത്തിൽ അടിമപ്പെട്ട് താൻ ചെയ്തു പോയതാണ്, താൻ ഈ രീതിയിലാണ് കൊലപാതകം ചെയ്തത് എന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. ഒടുവിൽ അത് മനസ്സിലാക്കിയ പോലീസ് ഇന്ന് പുലർച്ചെയോടെ സമ്മതിച്ചതിനെ തുടർന്ന് ബാക്കി വിവരങ്ങൾ കൂടി ശേഖരിച്ച് ഇന്ന് 10:30 കരുനാഗപ്പള്ളി പോലീസ് സംഘം അമ്പലപ്പുഴ പോലീസിനെ വിവരമറിയിച്ച ഫോറൻസിക്കിന്റെ അടക്കം സഹായത്തോടെ ഈ സ്ഥലത്ത് ജയചന്ദ്രന്റെ വീടിന്റെ പിൻവശത്തുള്ള ഒരു വീട് നിർമ്മാണത്തിനായി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും ഈ സ്പോട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഈ സ്ഥലം ഇപ്പോൾ പരിശോധന നടത്തി ഈ മൃതദേഹം വീണ്ടെടുക്കുകയും ചെയ്തത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് മൃതദേഹം പുറത്തേക്ക് ആംബുലൻസിലേക്ക് മാറ്റാനുള്ള നടപടികൾ കൈക്കൊള്ളുകയാണ്. എന്തായാലും അതിഭീകരം, ദാരുണമായ ഒരു അന്ത്യം അല്ലെങ്കിൽ നിഷ്ഠൂരമായ കൊലപാതകം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പ്രതി കൊല ഉറപ്പിക്കാൻ വേണ്ടി 2 തവണ വീണ്ടും ഇതിൽ കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് തലക്കടിക്കുന്നു, വീണ്ടും കഴുത്തിരിച്ച് കൊല്ലുന്നു. അത് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കൊലപാതകം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രതി ഇപ്പോഴും നമ്മളോട് ആദ്യഘട്ടത്തിൽ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോഴും പ്രതി യാതൊരു ഭാവഭേദവും ഇല്ലാതെ കൂസലില്ലാതെയാണ് പ്രതി നടന്നു നീങ്ങിയത്. പക്ഷേ പോലീസ് പറയുന്നത് ഈ പ്രതി കൂടുതൽ സമയവും ഈ കേസിൽ താൻ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമം പ്രതിയുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ ഇത്തരം ഒരു തുറസായ സ്ഥലത്ത് 4 വീടുകളിൽ നിന്ന് കൃത്യമായി ഒരു ഫോക്കസ് ഉള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് പ്രതി ഇത്ര വേഗത്തിൽ കുഴിച്ചിട്ടുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ കോൺക്രീറ്റ് ചെയ്തടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണത്തിലെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. രാത്രിയിലാണ് ബാക്കി കാര്യങ്ങൾ ചെയ്തതെന്നാണ് പോലീസിന്റെ അനുമാനം. അമ്പലപ്പുഴയിലെ കരൂരിൽ നിന്ന് അല്പസമയം മുമ്പ് ഈ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ തുടരുകയാണ്. ആ മൃതദേഹം അവിടെ നിന്ന് മാറ്റും. ആംബുലൻസ് അവിടേക്ക് പോലീസ് എത്തിച്ചിട്ടുണ്ട്. ഇയാൾ ഒറ്റയ്ക്കാണ് ഈ കൃത്യം ചെയ്തത് എന്നതാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. മറ്റാരുടെയെങ്കിലും പങ്കുണ്ടോ, മറ്റേതെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതടക്കം കൂടുതൽ അന്വേഷണം നടത്താൻ പോകുന്നതേ ഉള്ളൂ. പ്രതിയുടെ ഭാര്യ നൽകിയ മൊഴിയും കൊല്ലപ്പെട്ടയാളുടെ സഹോദരി നൽകിയ മൊഴിയും പ്രധാനപ്പെട്ടതാണ്. അതും ഈ കേസിൽ നിർണായകമാണ്. ആ നിലയിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ് അന്വേഷണ സംഘം. മനീഷ് മഹിപാലും അരുൺരാജുമാണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു സുപ്രീം കോടതി. പരാതിക്കാരി പരാതി നൽകാൻ വൈകിയതും ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകാതിരുന്നതും ഉൾപ്പെടെ പരിഗണിച്ചാണ് ജാമ്യം. ജാമ്യ വ്യവസ്ഥകൾ വിചാരണ കോടതി നിശ്ചയിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 3 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി സിദ്ദിഖിന് ജാമ്യം അനുവദിച്ചത്. 2016 നടന്നെന്ന് പറയുന്ന സംഭവത്തിൽ പരാതി നൽകാൻ 8 വർഷത്തെ കാലതാമസം എടുത്തു.
ഫേസ്ബുക്ക് വഴി ആരോപണം ഉന്നയിച്ചെങ്കിലും പോലീസിൽ പരാതി നൽകിയില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സംരക്ഷണത്തിലാണ് പരാതി നൽകാൻ ധൈര്യം ലഭിച്ചത് എന്ന് പറയുമ്പോഴും ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകാൻ പരാതിക്കാരി തയ്യാറായിട്ടില്ല എന്നീ കാര്യങ്ങൾ പരിഗണിച്ചാണ് ജസ്റ്റിസുമാരായ ബേലായം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങുന്ന ബെഞ്ച് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയെ സംസ്ഥാന സർക്കാർ ശക്തമായി എതിർത്തു. സിദ്ദിഖ് അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും സംസ്ഥാനത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാർ ആവശ്യപ്പെട്ടു. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ സിദ്ദിഖിന്റെ അഭിഭാഷകൻ മുകുൾ റോത്തഗി പരാതിക്കാരിയെ നില തിയേറ്ററിൽ വെച്ച് മാതാപിതാക്കളോടൊപ്പം മാത്രമാണ് കണ്ടതെന്നും വ്യക്തമാക്കി. സിദ്ദിഖ് പാസ്പോർട്ട് ഹാജരാക്കണമെന്നും അന്വേഷണത്തോട് സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജാമ്യവ്യവസ്ഥകൾ വിചാരണ കോടതി നിശ്ചയിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. 24 ഡൽഹി. ഇനി ഉപതെരഞ്ഞെടുപ്പ് വാർത്തകൾ. പാലക്കാട് നാളെ ബൂത്തിലേക്ക്. കേരളപ്പോര് പവേർഡ് ബൈ കേരള മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. കോ-സ്പോൺസേർഡ് ബൈ ഭീമ ജുവൽസ് 100th ആനിവേഴ്സറി സൂപ്പർ സർപ്രൈസ്. പാലക്കാട്ട് നിശബ്ദ പ്രചാരണ ദിവസം ആളിക്കത്തുകയാണ് പരസ്യ വിവാദം. സന്ദീപ് വാര്യരുടെ മുൻകാല ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടി LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പത്രപരസ്യമാണ് വിവാദമായത്. സമസ്ത EK വിഭാഗത്തിന്റെ സുപ്രഭാതത്തിലും AP വിഭാഗത്തിന്റെ സിറാജിലുമാണ് പരസ്യം ഇടം പിടിച്ചത്. സന്ദീപ് വാര്യരുടെ പഴയ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളാണ് സിറാജിന്റെയും സുപ്രഭാതത്തിന്റെയും ഒന്നാം പേജിൽ പരസ്യമായത്. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പേരിൽ വന്ന പരസ്യത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് ഈ പരസ്യത്തിന് അനുവാദം കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാക്കാത്തത്. പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു പരസ്യത്തിന് ഈ പരസ്യത്തിന്റെ ചെക്ക് മാറിയത് മിക്കവാറും RSSന്റെ ഓഫീസിൽ നിന്നാകാനാണ് സാധ്യത. LDF ഉപയോഗിച്ചത് വ്യാജ സ്ക്രീൻഷോട്ട് എന്ന സന്ദീപ് വാര്യർ. ആ പരസ്യത്തിൽ തന്നെ വ്യാജമാണല്ലോ, അത് വ്യാജമായ സ്ക്രീൻഷോട്ടാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം. പരസ്യം UDFന് തിരിച്ചടിയാകുമെന്ന് NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. വെയിലിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ച പോലെയാണ് UDFന്റെ സ്ഥിതി. ഇതിപ്പോൾ UDF വലിയ തിരിച്ചടി UDFന് നേരിടും. സത്യം പ്രചരിപ്പിക്കുന്നതിൽ എന്ത് തെറ്റാണെന്നായിരുന്നു ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ P സരിന്റെ പ്രതികരണം. സത്യം ജനങ്ങൾ അറിയണം. ജനങ്ങളോട് സത്യം പറയുന്നതിൽ നിന്നും അടിച്ചു മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം വിലയിരുത്തപ്പെടണം. പരസ്യം ഉൾപ്പെട്ട പത്രങ്ങൾ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ LDF പ്രവർത്തകർ വിതരണം ചെയ്യുകയും ചെയ്തു. ടീം 24 പാലക്കാട്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പത്രപരസ്യത്തിൽ നേതാക്കളുടെ വാക്പോര്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഗ്ലോറിഫൈഡ് വേർഷനാണ് പത്രപരസ്യമെന്നായിരുന്നു UDFന്റെ പ്രതികരണം. ഇനിയും ഡിലീറ്റ് ചെയ്യാത്ത സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നതിൽ എന്താണ് തെറ്റെന്ന് LDF നേതാക്കളും ചോദിക്കുന്നു. LDFന്റെ പത്രപരസ്യമാണ് നിശബ്ദ പ്രചരണ ദിവസം പാലക്കാട്ടെ ചൂടുള്ള ചർച്ച. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിനോടാണ് പത്രപരസ്യത്തെ UDF ഉപമിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഒരു ഗ്ലോറിഫൈഡ് വേർഷൻ ഹീനമായ ഒരു ശ്രമമായി പോയി. CPMന്റെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. CPMന്റെ ഗതികേടാണ് പത്രപരസ്യമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. അത് അവരുടെ ഒരു ഗതികേട്. എന്തൊരു മര്യാദയില്ലാത്ത രാഷ്ട്രീയമാണ്. എന്നാൽ പത്രപരസ്യത്തിൽ അപാകതയില്ലെന്നാണ് LDF പ്രതികരണം. എല്ലാ പത്രങ്ങളിലും പരസ്യം നൽകിയിട്ടുണ്ടെന്നാണ് വാദം. ഇപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റുകൾ സന്ദീപ് വാര്യർ ഡിലീറ്റ് ചെയ്തിട്ടില്ലെന്ന് നേതാക്കൾ. പോസ്റ്റും ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതായത് താൻ പറഞ്ഞത് തന്നെയാണ്, തൻ്റെ നിലപാട് അത് തന്നെയാണ്. ആ നിലപാടിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ എന്നെ സ്വീകരിച്ചാൽ മതി എന്നതാണ് സന്ദീപ് വാര്യരുടെ സമീപനം. അതാണ്. സന്ദീപ് വാര്യർ RSS വിട്ടിട്ടുണ്ടോ? ഇതുവരെ RSS ബന്ധം അദ്ദേഹം വിച്ഛേദിച്ചിട്ടില്ല. കേരളം കണ്ട ഏറ്റവും വലിയ കാപട്യത്തിന്റെ ചതിയുടെ ഭാഗമാണ്. സുപ്രഭാതം പത്രത്തിലെ LDF തിരഞ്ഞെടുപ്പ് പരസ്യത്തിനെതിരെ പാണക്കാട് മുഈനലി തങ്ങൾ രംഗത്തെത്തി. പരസ്യം പ്രസിദ്ധീകരിച്ച പേജ് ചുവന്ന കളർ മാർക്ക് ചെയ്താണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. പിന്നാലെ രാഹുലിന് വോട്ടഭ്യർത്ഥിച്ച് UDF സുപ്രഭാതത്തിൽ നൽകിയ പരസ്യവും പങ്കുവച്ചിട്ടുണ്ട്. വിവാദ പത്രപരസ്യത്തിന് പിന്നാലെ UDF നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ സാധ്യതയുണ്ട്. 24 പാലക്കാട്. അതേസമയം പഴയ കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് സന്ദീപ് വാര്യരുടെ പ്രതികരണം. വ്യാജ സ്ക്രീൻഷോട്ടുകളാണ് LDF പരസ്യത്തിൽ പങ്കുവച്ചിട്ടുള്ളത്. ഇതിലും വലിയ ആക്ഷേപം നേരിട്ടയാളാണ് പ്രവാചകൻ. പരസ്യത്തിൽ പാർട്ടിയുമായി ആലോചിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ഞാൻ പാടെ തള്ളിക്കളയുകയും വിഷമമിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് മോചിതനായി ഞാൻ സ്നേഹത്തിൻ്റെ കടയിലേക്ക് വരുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം പഴയ കാലത്തെ ചില രാഷ്ട്രീയ നിലപാടുകളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ആക്ഷേപിക്കുന്നതിൽ അർത്ഥം എന്താ ഉള്ളത്? ആ പരസ്യത്തിൽ തന്നെ വ്യാജമാണല്ലോ.
പരസ്യത്തിന് നേരത്തെ തന്നെ ഫാക്ട് ഫൈൻഡിംഗ് ടീം അത് വ്യാജമായ സ്ക്രീൻഷോട്ടാണെന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം. പാർട്ടിയുമായിട്ട് ആലോചിച്ച ശേഷം പാർട്ടി നേതാക്കന്മാർ പറയുന്നതനുസരിച്ച് ഇതിൻ്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. കടുത്ത ത്രികോണ മത്സരത്തിന് വേദിയൊരുങ്ങിയ പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. ഇരട്ട വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്ന് മുഖ്യ വരണാധികാരി ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര വ്യക്തമാക്കി. എനിക്ക് മറ്റൊരു മണ്ഡലത്തിൽ വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യപത്രം നൽകിക്കൊണ്ട് പുതിയ വോട്ടറായിട്ട് ഫോം 6-ൽ അട്ടിമറി ഉദ്ദേശിച്ച് തന്നിട്ടുള്ളവരെ ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് പ്രത്യേക ലിസ്റ്റാക്കി പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അവർ വോട്ട് ചെയ്യാൻ വന്നാൽ പ്രത്യേക ഒരു നടപടിക്രമം പാലിച്ച് അവരുടെ കയ്യിൽ നിന്ന് സാക്ഷ്യപത്രം വാങ്ങി അവരുടെ ഫോട്ടോ എടുത്ത് മാത്രമായിരിക്കും അവരെ വോട്ട് ചെയ്യിക്കുക. ഇനി ഈ ലിസ്റ്റിൽ ഉൾപ്പെടാതെ തന്നെ ബൂത്ത് ഏജന്റുമാർ ഏതെങ്കിലും കേസിൽ ഒബ്ജക്ഷൻ പറഞ്ഞാലും നമ്മൾ ഇതേ രീതിയിൽ അവരെ പ്രത്യേകമായിട്ട് ലിസ്റ്റാക്കി സൂക്ഷിക്കും. അതിനുശേഷം ഈ ഓരോ കേസിലും നമ്മൾ പ്രത്യേകമായിട്ട് അന്വേഷണം ഉണ്ടാവും. തനേഷ് തമ്പി പാലക്കാട്ട് ഒന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. തനേഷ്, പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ പൂർത്തിയായി, ബൂത്തുകൾ സജ്ജമാക്കി തുടങ്ങിയിട്ടുണ്ടോ ബൂത്ത് ലെവൽ ഓഫീസർമാർ? ഈ ഇരട്ട വോട്ട് എന്നത് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പും വലിയ ചർച്ചയാകുന്നു. എന്തൊക്കെയാണ് ഈ ഘട്ടത്തിലെ മറ്റു വിശദാംശങ്ങൾ? കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം പാലക്കാട്ട് വേണ്ടുന്ന ഒരു സാഹചര്യം ഇപ്പോഴവിടെ ഉണ്ടല്ലോ അല്ലേ? വിജയകുമാർ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഉദ്യോഗസ്ഥർ ബൂത്തുകളിലേക്ക് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ ബൂത്തുകളിൽ ഈ ഇലക്ഷൻ പോളിംഗിന് വേണ്ട മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്ന നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടക്കും. നാളെ രാവിലെ 5:30 തന്നെ മോക്ക് പോളിംഗ് ആരംഭിക്കും. അതിനു മുൻപ് കാര്യങ്ങളെല്ലാം കൃത്യമാക്കുക എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയ ചുമതല. എന്തായാലും നാളെ പാലക്കാട് വിധിയെഴുതാൻ പോവുകയാണ്. ഒട്ടേറെ ആരോപണ പ്രത്യാരോപണങ്ങളും ആവേശകരമായ കലാശക്കൊട്ടുമൊക്കെ ശേഷമാണ് ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിനമായിരുന്നു. സ്ഥാനാർത്ഥികളൊക്കെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട്, പ്രമുഖ വ്യക്തികളെയൊക്കെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു. വിട്ടുപോയ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് 1,94,706 വോട്ടർമാരാണ് പാലക്കാട് മണ്ഡലത്തിലുള്ളത്. ഇതിൽ 1,206 പേരും വനിതകളാണ്, സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭഗീരഥ പ്രയത്നം തന്നെയാണ് 3 സ്ഥാനാർത്ഥികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്ന് കളക്ടർ, വരണാധികാരി കൂടിയാണ് അവർ ഇന്ന് പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രം സന്ദർശിച്ചിരുന്നു. അവിടെ വെച്ചാണ് നമ്മളോട് സംസാരിച്ചത്. അവർ പറഞ്ഞത് ഇരട്ട വോട്ട് പ്രശ്നം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇത് അന്വേഷിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതേസമയം ആരെങ്കിലും വോട്ട് ചെയ്യാൻ, ഈ ആക്ഷേപമുള്ള ആരെങ്കിലും വോട്ട് ചെയ്യാൻ വന്നാൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. പക്ഷേ ഇവിടെ തന്നെയാണ് വോട്ട്, പാലക്കാട് മണ്ഡലത്തിൽ തന്നെയാണ് വോട്ട് എന്നുള്ളത് സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട്. ബൂത്ത് ഏജന്റുമാർ ആക്ഷേപം ഉന്നയിച്ചാലും അത്തരത്തിലുള്ള സത്യവാങ്മൂലം വാങ്ങിയതിനു ശേഷം മാത്രമേ വോട്ട് ചെയ്യിക്കുകയുള്ളൂ. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടായിട്ടുണ്ട്, ഇരട്ട വോട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ വേണ്ടി ചേർത്തിട്ടുള്ളതാണ് എന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ കർശനമായ നിലയം. ശരി തനേഷ്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. പരസ്യ വിവാദമടക്കം അദ്ദേഹം സൂചിപ്പിക്കും. ക്രിസ്ത്യാനികളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഒരു പരസ്യം കൊടുത്തു. ഈ മുസ്ലിം സംഘടനകളുടെ പത്രത്തിൽ വേറൊരു കൊടുത്തു. അന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് അതിനേക്കാൾ വലിയതായ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വെള്ളത്തിന് തീപിടിപ്പിക്കുന്നത് പോലുള്ള ഒരു വർഗീയ പ്രചരണമാണ്. സംഘപരിവാർ തോറ്റ് നാണം കെട്ട് തലകുനിച്ചിരിക്കും ഇവരുടെ മുമ്പിൽ. അതുപോലത്തെ ഒരു പ്രചരണമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം, പാലക്കാട്ട് 3ാം സ്ഥാനത്ത് CPM പോകുമെന്ന് ഉറപ്പിച്ചിട്ടും അവർ ഈ ചെയ്യുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് വിഭജിച്ച് BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന റൗണ്ട് എന്തു വന്നാലും UDF നോക്കണം എന്നുള്ള വാശിയോടുകൂടി UDFനെ പരാജയപ്പെടുത്താൻ, UDFന് കിട്ടാൻ സാധ്യതയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ അത് വിഭജിച്ച് BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഹീനമായ തന്ത്രമാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് മുനമ്പം വിവാദത്തിൽ 10 മിനിറ്റ് കൊണ്ട് സർക്കാരിന് തീർക്കാൻ കഴിയുമായിരുന്ന വിഷയം സംഘപരിവാറിന് ഇടമുണ്ടാക്കി കൊടുത്ത്, അവർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുത്ത്, അവർക്ക് വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ തന്നെ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ BJPക്കും സംഘപരിവാറിനും മുനമ്പം വിഷയത്തിൽ ഇടമുണ്ടാക്കി കൊടുത്തതും ആ വിഷയം തീർക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ വഖഫ് നോട്ടീസ് കൊടുക്കുകയും
വയനാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് 2 ദിവസം മുമ്പ് വയനാടിൽ വഖഫ് ബോർഡിൻ്റെ നോട്ടീസ് കൊടുക്കുകയും വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്ത പിറ്റേ ദിവസം BJPയുടെ സംസ്ഥാന നേതാക്കൾ അവിടെ സന്ദർശിച്ച് വർഗീയതയ്ക്ക് തീ കൊളുത്തുകയും ചെയ്യുക. ഈ BJP CPM ഈ ബാന്ധവമാണ് ഈ അവസാനത്തെ ദിവസത്തെ ഈ ഹീനമായ വർഗീയ പ്രചരണത്തിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഒരാൾ BJPയുടെ രാഷ്ട്രീയം വിട്ട് കോൺഗ്രസിൽ ചേർന്നാൽ എന്താണ് പിണറായി വിജയന് കുഴപ്പം? ഓരോ പത്രത്തിലും ഓരോ രീതിയിലാണ് പരസ്യം. അതാണ് സ്വന്തം പത്രത്തിൽ കൊടുക്കാൻ ധൈര്യമില്ലാത്ത പരസ്യമാണ് മുസ്ലിം സംഘടനകളുടെ പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. പഴയ പ്രസിദ്ധമായ കാലടി ഗോപിയുടെ 7 രാത്രികൾ എന്നുള്ള പ്രസിദ്ധമായ നാടകത്തിലെ ഏറ്റവും രസകരമായ കഥാപാത്രം പാഷാണം വർക്കിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് പിണറായി വിജയൻ ഇപ്പം മാറിയിരിക്കുന്നത്. കാരണം ഹിന്ദുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൃഷ്ണൻ്റെ പടം വയ്ക്കും പാഷാണം വർക്കി, അവിടെ മാറ്റി ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ പടമാക്കി മാറ്റും, അപ്പുറത്തും ഇപ്പുറത്തും പടം ഒട്ടിച്ചിരിക്കുക. ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കുന്ന പാഷാണം വർക്കി മലയാള നാടക ചരിത്രത്തിലെ ഏറ്റവും രസകരമായ കഥാപാത്രമാണ്. ആ പാഷാണം വർക്കിയുടെ നിലയിലേക്കാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തരം താണ് പോയിരിക്കുന്നത്. ഇത്ര ഹീനമായ വർഗീയ ഇത് എന്തൊരു ഇടതുപക്ഷ പാർട്ടിയാണ്? ഇതാണോ ഇടതുപക്ഷം? ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇവരാണോ പുരോഗമന പാർട്ടി? ഇവർ തീവ്ര വലതുപക്ഷ പിന്തിരിപ്പന്മാരാണ് എന്ന് ഉറക്കെയാണ് വിളിച്ചു പറയുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം പുറത്ത് കയറി എന്ന് വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഞങ്ങളൊരു ഇടതുപക്ഷ പാർട്ടിയല്ല, ഞങ്ങളൊരു പുരോഗമന പാർട്ടിയല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തും ചെയ്യാൻ മടിക്കാത്ത വലതുപക്ഷ പിന്തിരിപ്പൻ പാർട്ടിയാണ്, തീവ്ര വലതുപക്ഷ പിന്തിരിപ്പൻ പാർട്ടിയാണ്. നാണം. സത്യത്തിൽ ഇവരുമായിട്ടാണല്ലോ ഫൈറ്റ് ചെയ്യണമെന്നോർത്ത് ഞങ്ങൾക്ക് ലജ്ജയുണ്ട്. ഉറപ്പായി ഇത് കണ്ടില്ലേ? ഞാൻ പാഷാണം വർഗീയ എന്ന് പറഞ്ഞ വെറുതെ ആണോ? മുസ്ലിം സംഘടനകളിൽ മുസ്ലിം പ്രചരണം, ക്രൈസ്തവർക്ക് സ്വാധീനമുള്ള പത്രത്തിൽ വേറെ പ്രചരണം. ഇത് ഈ പാർട്ടി അല്ലാതെ വേറെ ആരെങ്കിലും ചെയ്യൂ? ശരിക്കും വർഗീയതയ്ക്ക് തീ കൊടുക്കുകയാണ്. സംഘപരിവാർ നാണം കെട്ടുപോകും ഇവരുടെ മുമ്പിൽ. അതുപോലെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. പാലക്കാട് ഞങ്ങൾ 10,000 വോട്ടിന് ജയിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. ഇവർ ഈ വൃത്തികേടെല്ലാം കാണിക്കുന്നതുകൊണ്ട് അത് 15,000 കടന്നാലും അത്ഭുതപ്പെടാനില്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് കണക്ക് പറയുന്നത്. ഞങ്ങൾ ചേലക്കരയിൽ പറഞ്ഞില്ലല്ലോ 10,000 വോട്ടിന് ജയിക്കുമെന്ന്. ചേലക്കരയിൽ 3,000-നും 5,000-നും വോട്ടിൽ. കാരണം ഞാനത് പറയുന്ന എൻ്റെ കൂടി വിശ്വാസതയുടെ ഭാഗമാണ്. നാളെ നിങ്ങളൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്നോട് ചോദിക്കും, ഞങ്ങൾ ചേലക്കരയിൽ 10,000 ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ഞങ്ങൾ 3,000-നും 5,000-നും വോട്ടിനിടയിൽ. ഇവിടെ 10,000-ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 10,000 കടക്കുമെന്ന്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകും. അല്ലല്ല, അതൊന്നും ജനങ്ങൾ വകവയ്ക്കില്ലെന്നേ. കേരളത്തെക്കുറിച്ച് ഇവർ എന്താ ചിന്തിച്ചത്? ഇവർ ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം ഉണ്ടാക്കി ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത്? ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ചെയ്തതാണ്. എന്താ തിരിച്ചടി കിട്ടിയത് അവിടെ? എന്ത് തിരിച്ചടിയാണ് കിട്ടിയത്? നാണം കെട്ട തോൽവി അവിടെ ഏറ്റുവാങ്ങേണ്ടി വന്നില്ലേ? ആരെങ്കിലും വിശ്വസിച്ചോ ഇവരുടെ ഈ കപട പ്രീണന തന്ത്രം? ആരെങ്കിലും വിശ്വസിച്ചോ? കേരളമാണിത്. ഇത് കേരളമാണ് എന്ന് പാലക്കാട് ഒന്നുകൂടി പിണറായി വിജയനെയും CPM-നെയും ഓർമ്മപ്പെടുത്തി കൊടുക്കും. ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒരുത്തനും ഉത്തരം പറയാൻ വന്നില്ലല്ലോ ഒരാളും. ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാണോ? ആണ് എന്ന് പറയാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കോ ഏതെങ്കിലും CPM നേതാവിനുണ്ടെന്ന് ഞാൻ ചോദിച്ചത്. പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലായിട്ട് കണക്കാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോഴും ഈ വൃത്തികെട്ട വർഗീയ പ്രചരണം നടത്തും. താങ്കൾ ചോദിച്ച ചോദ്യമില്ലേ, അതിൻ്റെ മറുപടിയാണ്. പാലക്കാടത്തെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തയ്യാറാണ് പ്രതിപക്ഷത്തിൻ്റെ കൂടെ വിലയിരുത്തലായി നോക്കിക്കും. പക്ഷെ സർക്കാരിൻ്റെ വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ ധൈര്യമുണ്ടോ? അങ്ങനെ ആണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? അതാണ് ചോദ്യം. മിണ്ടിയിട്ടില്ല ഒരാൾ. 24 മണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചിട്ട് അതിനുള്ള മറുപടി ഇത്. ഈ വർഗീയ പ്രചരണം എന്തൊരു നാണം കെട്ട പാർട്ടിയാണിത്. മറ്റൊരു കാര്യം, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതോടുകൂടി BJP ഭാഗത്ത് വിഭജിച്ചു ഒന്നിച്ചു ചേർന്നു എന്ന് പറയുക, അങ്ങനൊരു തെറ്റായ പ്രചരണമാണ്. BJPയുടെ ഒരു വിയോജിപ്പിൻ്റെ ശബ്ദം സന്ദീപ് വാര്യരുടെ അല്ലേ? അദ്ദേഹം പറഞ്ഞല്ലോ. അതുമാത്രമല്ലല്ലോ, BJPയിലുണ്ടായ ആന്തരിക പ്രശ്നങ്ങൾ മാത്രമല്ല, അത് അദ്ദേഹത്തിന് പ്രചോദനമായിട്ടുണ്ടാവും. അദ്ദേഹം ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിടുകയാണ്. ഇനി കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിൽ ചേർന്ന് പ്രവർത്തിക്കും. അതിൻ്റെ ഇത്രയും വലിയ പ്രശ്നം. RSSകാർ CPM-കാരെ ആയിട്ട് ആക്രമണം ഉണ്ടായ ഒരു കാലം ഉണ്ടായിരുന്നു ഇല്ലേ? കണ്ണൂർ ഇപ്പം ഇല്ല, ഇപ്പം സെറ്റിൽമെൻറ്റാണ്.
ഇപ്പോൾ 10 കൊല്ലം ആയിട്ട് ഒരു കുഴപ്പമില്ല, ഒരു വഴക്കുമില്ല. ഉണ്ടായിരുന്ന കാലത്ത് RSS അക്രമി സംഘങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പരസ്യ വിവാദത്തിലാണ് CPM-നെ കടന്നാക്രമിക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള CPM-ന്റെ രാഷ്ട്രീയ നീക്കമാണ്. അത് BJP-യെ സഹായിക്കാൻ വേണ്ടിയാണ് പാലക്കാട്ട് എന്നാണ് വി ഡി സതീശൻ കുറ്റപ്പെടുന്നത്. സർക്കാരിൻ്റെ വിലയിരുത്തലാണോ എന്ന് പറയാൻ ഇന്നലെ മുഖ്യമന്ത്രിയെയും CPM-നെയും വെല്ലുവിളിച്ചെങ്കിലും ആരും പ്രതികരിച്ചിട്ടില്ല എന്നാണ് വി ഡി സതീശൻ ആവർത്തിച്ചു പറയുന്നത്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ശക്തമായ രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് ഈ ഘട്ടത്തിലും വരുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ വിമർശനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CPIM. മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ പിന്തുണച്ച് കൂടുതൽ നേതാക്കൾ ഇന്ന് രംഗത്തെത്തി. എന്നാൽ സാദിഖ് അലി ശിഹാബ് തങ്ങളെ വിമർശിച്ചാൽ ശക്തമായി മറുപടി നൽകുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ ആവർത്തിച്ചു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായി ആയി എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ ചൊല്ലി വാക്പോര് തുടരുകയാണ്. മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി CPIM നേതാക്കൾ ഇന്നും രംഗത്ത്. രാഷ്ട്രീയത്തിൽ എല്ലാവരും വിമർശനത്തിന് വിധേയരെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ വിമർശന വിധേയരാകും, സ്വാഭാവികമാണ്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിക്കുന്നതിൽ പുതുമയായിട്ടൊന്നുമില്ല. വിമർശിക്കരുത് എന്ന നിർബന്ധമുണ്ടെങ്കിൽ വിമർശനം ക്ഷണിച്ചു വരുത്തുന്ന പ്രസ്താവനയിൽ നിന്നും രാഷ്ട്രീയ പ്രചാരണത്തിൽ നിന്നും സാദിഖ് അലി തങ്ങൾ മാറി നിൽക്കണമെന്ന് KT ജലീൽ MLA ഫേസ്ബുക്കിൽ കുറിച്ചു. വിമർശനം സഹിക്കുന്നില്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനാക്കുന്നതാണ് നല്ലത് എന്നും KT ജലീലിന്റെ പരിഹാസം. പാണക്കാട് തങ്ങൾക്കെതിരെ CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റിയും രംഗത്തെത്തി. അധികാരത്തിനു വേണ്ടി ലീഗ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതമൗലിക കക്ഷികളുമായി രാഷ്ട്രീയ ചങ്ങാത്തം സ്ഥാപിക്കുമ്പോൾ രാഷ്ട്രീയ വിമർശനം സ്വാഭാവികമാണെന്ന് CPIM നേതൃത്വത്തിന് മറുപടിയുമായി KM ഷാജിയും രംഗത്തെത്തി. സാദിഖ് അലി ശിഹാബ് തങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ജമാഅത്ത് അനുഭാവ പ്രയോഗം എത്രമാത്രം വിഡ്ഢിത്തം നിറഞ്ഞതാണെന്നും അതെത്രമാത്രം സംഘീ പ്രീണനമാണെന്നും ഒരു സംഘീ അനുഭാവിയായിട്ടുള്ള മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു എന്നത് മാത്രമാണ് അതിലെ രാഷ്ട്രീയം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മുഖ്യമന്ത്രിയെ വിമർശിച്ച് മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രിക തുടർച്ചയായ 2ാം ദിവസവും ലേഖനമെഴുതി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. വയനാടിനെ നിശ്ചലമാക്കി ഹർത്താൽ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിവാദമായി BJP നേതാവ് വി മുരളീധരന്റെ പരാമർശം. നാട് മൊത്തം ഒലിച്ചു പോയില്ലല്ലോ, 3 വാർഡുകൾ മാത്രമല്ലേ ഒലിച്ചു പോയത് എന്ന പരാമർശമാണ് വിവാദമായത്. കേന്ദ്ര സർക്കാരിനെ ന്യായീകരിച്ചായിരുന്നു വി മുരളീധരന്റെ ഈ പ്രതികരണം. പോയിട്ടുണ്ടോ വയനാട്ടിൽ? പോയിട്ടുണ്ടോ? അല്ലല്ല, സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഒരു പഞ്ചായത്തിലെ 3 വാർഡ്, നാട് മുഴുവൻ ഒലിച്ചു പോയി എന്നൊന്നും പറയരുത്. ഒരു പഞ്ചായത്തിലെ, ശരിയാണ്, നാട് മുഴുവൻ എന്നുള്ള വാക്കിനോട് തന്നെ എൻ്റെ ഇത്. ആയിക്കോട്ടെ, അല്ലല്ല നിസ്സാരമല്ലല്ലോ, അതുകൊണ്ടല്ലേ. സാങ്കേതികത്വം അല്ല എൻ്റെ സുഹൃത്തെ, നിയമം, നാട്ടിലെ നിയമം. പരാമർശത്തിനെതിരെ CPIM-ഉം കോൺഗ്രസും രംഗത്തെത്തി. മുരളീധരൻ്റെ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, ഖേദകരമാണ്, ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചെന്ന് വ്യക്തമാക്കാൻ മുരളീധരൻ തയ്യാറാവണം. ഇത് കേരളത്തിലുള്ള രാഷ്ട്രീയ വിവേചനമാണ്. രാഷ്ട്രീയ വിവേചനം കൊണ്ട് കണ്ണു കാണാത്ത രീതിയിലാണ് വായി തോന്നുന്നത് വിളിച്ചു പറയാൻ മുരളീധരനെ പോലെയുള്ള ഒരു നേതാവ് തയ്യാറാവുന്നത്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അത് മലയാളികളെ അപമാനിക്കുന്നതാണ്. അത് കേരളത്തിലെ ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള ഒരു പ്രതിഷേധമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. സ്റ്റേറ്റ്മെൻറ്റിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുക. ദുരന്തബാധിതരെയും ദുരന്തത്തിൽ മരിച്ചവരെയും അപമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ശ്രീ വി മുരളീധരൻ നടത്തിയിട്ടുള്ളത്. ഈ 3 വാർഡിൽ ഉള്ളവർ മനുഷ്യരല്ലേ, മരിച്ചവർ മനുഷ്യരല്ലേ, പരിക്ക് പറ്റിയവർ മനുഷ്യരല്ലേ, അവശേഷിക്കുന്നവർ മനുഷ്യരല്ലേ. BJPയുടെ തനി നിറം എന്താണെന്ന് ഒരിക്കൽ കൂടെ ശ്രീ വി മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പുറത്തു വന്നിരിക്കുക. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. ഉമേഷ്, ഏത് പശ്ചാത്തലത്തിലായിരുന്നു വി മുരളീധരന്റെ ആ പരാമർശം? കേന്ദ്ര സർക്കാരിനെ ന്യായീകരിക്കാൻ പറഞ്ഞതാണോ? എന്തായിരുന്നു അതിന്റെ ഒരു സാഹചര്യം?
കേരളത്തിന് അടിയന്തര ധനസഹായം അനുവദിക്കുന്നത് കേരളം കൃത്യമായി കണക്ക് നൽകാത്തത് കൊണ്ട് എന്ന് ബോധ്യപ്പെടുത്താനും അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്താനുമായിരുന്നു ഇന്ന് വി മുരളീധരൻ വാർത്താ സമ്മേളനം വിളിച്ചത്. വയനാട് നടത്തുന്ന ഈ ഹർത്താൽ അത് രാഷ്ട്രീയം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടതാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ മുന്നേറ്റം മുന്നിൽ കണ്ട് ഇന്ത്യ മുന്നണി നടത്തുന്ന പ്രതിഷേധമാണ്, ഒത്തുചേർന്ന് നടത്തുന്ന പ്രതിഷേധമാണെന്നായിരുന്നു ആദ്യം ന്യായീകരിച്ച് ഈ വാർത്താ സമ്മേളനം ആരംഭിച്ച ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് ഇത്തരത്തിൽ കൈവിട്ട ഒരു പരാമർശം വി മുരളീധരൻ നടത്തിയിരിക്കുന്നത്. അതിൽ ഇത്തരത്തിൽ ഒരു നാട് മുഴുവൻ ഒലിച്ചുപോയ വിഷയത്തിൽ അല്ലെങ്കിൽ നശിച്ച വിഷയത്തിൽ നിങ്ങൾ അടിയന്തര ധനസഹായം നൽകാൻ എന്തിനാണ് ഈ കണക്ക് അടക്കം ചോദിച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യം ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു. അതിൽ അങ്ങനെ പറയരുത്, ഒരു നാട് മുഴുവനല്ല, ഒരു പഞ്ചായത്തിലെ 3 വാർഡ് മാത്രമാണ് എന്ന് പറഞ്ഞ് വയനാട്ടിലെ വലിയ ദുരന്തത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ് വി മുരളീധരൻ നടത്തിയത്. എന്തായാലും അതിനെതിരെ വലിയ പ്രതിഷേധം അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും CPMന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുമുണ്ട്. വിജയൻ. യെസ്, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. മുണ്ടക്കൈ ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDF UDF മുന്നണികൾ ആഹ്വാനം ചെയ്ത വയനാട് ഹർത്താൽ പൂർണ്ണമാണ്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. പലയിടത്തും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. ദീർഘദൂര KSRTC ബസ്സുകൾ ഉൾപ്പെടെ വഴിയിൽ കുടുങ്ങി. 3 നിയോജക മണ്ഡലങ്ങളിലും UDF പോസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. LDF പലയിടത്തും പ്രകടനങ്ങൾ നടത്തി. സ്വർണ്ണക്കടത്ത് കേസിൽ ഇഡിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. കോടതിയെ പ്രകോപിപ്പിച്ചത് വിചാരണ കേരളത്തിൽ നിന്ന് മാറ്റണമെന്ന ഹർജിയിൽ ഇഡി വാദത്തിന് തയ്യാറാകാത്തതായിരുന്നു. അന്വേഷണ ഏജൻസിക്ക് താൽപ്പര്യമില്ലെന്നും വീണ്ടും സാവകാശം തേടുകയാണെന്നും കോടതി കുറ്റപ്പെടുത്തി. ഹർജി 6 ആഴ്ചത്തേക്ക് വീണ്ടും മാറ്റി. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ എറണാകുളം PMLA കോടതിയിൽ നിന്ന് കർണാടകയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിൽ രൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. വാദം കേൾക്കുന്നത് മാറ്റണമെന്ന ഇഡിയുടെ തുടർച്ചയായുള്ള ആവശ്യമാണ് സുപ്രീം കോടതിയെ ചൊടിപ്പിച്ചത്. ഹർജി നൽകിയ ഇഡിക്ക് കേസിൽ താൽപ്പര്യമില്ലെന്നായിരുന്നു കോടതിയുടെ വിമർശനം. കേസിന്മേൽ ഇഡിക്ക് ഗൗരവമില്ല, വീണ്ടും വീണ്ടും ഇഡി സാവകാശം തേടുകയാണെന്നും കോടതി പറഞ്ഞു. അഡീഷണൽ സോളിസിറ്റർ ജനറലിന് ഹാജരാകാൻ അസൗകര്യമുണ്ടെന്നാണ് ഇഡി അറിയിച്ചത്. 6 ആഴ്ചത്തേക്ക് കേസ് മാറ്റണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചു. കഴിഞ്ഞ തവണയും ഹർജി പരിഗണിച്ച കോടതി വാദം മാറ്റണമെന്ന ഇഡി ആവശ്യത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോഴും ഇതേ ആവശ്യം ഉന്നയിക്കില്ലേ എന്ന് സുപ്രീം കോടതി കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. 24 ഡൽഹി. വാർത്താ മഴ തുടരുന്നു. മണിപ്പൂർ ആളുന്നു. മണിപ്പൂരിൽ സംഘർഷത്തിന് ശമനമില്ല. ഇംഫാലിൽ മെയ്തൈ വിഭാഗത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെയും മുന്നോട്ട് പോകുമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. മണിപ്പൂർ തലസ്ഥാനമായ ഇംഫാലിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മണിപ്പൂരിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ്. ഇംഫാലിലേക്ക് പ്രതിഷേധക്കാർ എത്തുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. സുരക്ഷാ സേന അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഈ പ്രതിഷേധം നടക്കുന്നത്. We are very bad situation now in Manipur. We are now recently in 3 or 4 days in Jiribam district. Jiribam 6 civilians arrested from relief camp and they. Are you from Jiribam? No, sir. I am from Imphal. Yes. What's your demand? We want peace now in Manipur. We want peace. Remove Afaspa from Manipur. When Manipur people are very tired for this demand. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആ പ്രതിഷേധം നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന പോലെ സ്ത്രീകൾ ഉൾപ്പെടെ ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടേക്ക് സർക്കാർ രാജിവെക്കണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ ഇംഫാലിൽ പ്രതിഷേധം നടക്കുന്ന. ദിവസങ്ങളോളമായി ജിരിബാമിൽ ഉൾപ്പെടെ ആക്രമണങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രതിഷേധം ഇങ്ങനെ ശക്തമാവുന്നത്. मणिपुर की शक्तम काय बयारो इंडिया की थवांग टेररिस्ट की थवांग जानिंगे കൂടുതൽ പ്രതിഷേധക്കാർ ഈ വിവിധ മേഖലകളിൽ നിന്ന് ഇംഫാലിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിവിധ മേഖലകളിലൊക്കെ ഇപ്പോഴും സുരക്ഷാ സേന അതിശക്തമായിട്ടുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രതിഷേധത്തെയും ഉദ്യോഗസ്ഥർ മറുവശത്ത് തടയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും അത് മറികടന്നുകൊണ്ട് പ്രതിഷേധക്കാർ മുന്നോട്ട് പോവുകയാണ്.
It's a very difficult situation in Manipur. मणिपुरी मारे बाकाए बजाते हैं। हम लोग ऐसे बहुत गुस्सा है और बच्चे लोग और लड़की लोग को कुकी लोग ने एक जंगल की तरफ वो कर रहे हैं, वो हम लोग अच्छा नहीं है, क्योंकि हम लोग ऐसे लोगों को ऐसे मणिपुर सरकार और मोदी सरकार ने ऐसे खुल के हवा में रखा है। उन लोगों को निकाल दीजिए, रिफ्यूजी है वो लोग। तो हम मणिपुर में सारे लोग कम्युनिटी है, ऐसे नहीं कभी नहीं किया। आज उसने कुकी लोग ने किया था ना, वो अच्छा नहीं है। वो मोदी लोग भी चुपचाप रहे हैं। हम लोग बहुत ज़्यादा। आपका मांग क्या है? हम लोग मांग रहे हैं वो कुकी तो टेररिज्म को निकाल दीजिए। हम लोग मणिपुर से शांति से रहना चाहिए। आज वो बच्चे लोग को मार रही ना, वो छोटे छोटे बच्चों, वो कुकी के दोनों नेकेड लड़की को मणिपुर में किया। तो मोदी भी बात कर रहा है, हमारे मंत्री लोग भी बात कर रहा है। 3 बच्चे और लड़की, तीन माँ, एक माँ और एक बहन को उसने रेप करके। एकदम छोटा आदमी ना, यानी कि एकदम यानी कि शिक्षा भी नहीं हुआ, वो लोग उन्हें मार दिया। तो उन लोग को माइंड में क्या है इसके, यानी कि what they are thinking about. തീർച്ചയായും അവർ പറയുന്നത് അവരുടെ ആളുകൾക്ക് നേരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, അവരുടെ ആളുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ആക്രമണത്തിന് ഇരയാകുന്നു. പക്ഷേ എങ്കിൽ പോലും സമാധാനം പുനഃസ്ഥാപിക്കാനോ ആക്രമണങ്ങൾ തടയാനോ ഒരു നടപടിയും സർക്കാർ തലങ്ങളിൽ നിന്നുണ്ടാകുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ശക്തമാവുന്നത്. പ്രതിഷേധക്കാരെ തടയാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇംഫാലിലൂടെ കടന്നു പോകുന്ന ദൃശ്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഇംഫാലിൽ നിന്ന് ക്യാമറമാൻ ജിതീന്ദ്രനൊപ്പം വിനീത വിജി, 24. ഇംഫാലിൽ നിന്നാണ് വിനീത ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. കുക്കീസ് സംഘടനകളെ നിരോധിക്കണം, കേന്ദ്ര സർക്കാർ അതിൽ ഇടപെടണം എന്നതാണ് അവിടുത്തെ പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെടുന്നത്. മണിപ്പൂർ സർക്കാരും ഇത് ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വൈകാതെ നടപടി ഉണ്ടാകും എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ. ഇനി നോക്കാം ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ ഇന്നും തീർത്ഥാടകരുടെ തിരക്ക്. ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത് ഇന്നലെയാണ്. 75,959 പേർ ദർശനം നടത്തി. വെർച്വൽ ക്യൂ വഴി അല്ലാതെ എത്തുന്ന ഭക്തർക്ക് 3 കേന്ദ്രങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ സ്വാമി ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ. തുഷാർ വെള്ളാപ്പള്ളി പാലക്കാട് CPM നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് BJP പിന്നിൽ നിന്ന് കുത്താനാണ്. BJPക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ തുഷാർ വെള്ളാപ്പള്ളി ആസ്വദിക്കുകയാണെന്നും സ്വാമി ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ പറഞ്ഞു. കൺവീനറായിട്ട് നിൽക്കുന്ന ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ NDAയുടെ ചെയർമാനായ K. സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഇപ്പം നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പബ്ലിക്കിൽ സംസാരിക്കേണ്ട വ്യക്തി. എന്നാൽ ഇദ്ദേഹം യാതൊരു വിധത്തിലുള്ള വാക്ക് കമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. കാരണം ഈ ഒരു സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ, അതായത് K. സുരേന്ദ്രനെ അടക്കം സന്ദീപ് വാര്യർ അപമാനിച്ചപ്പോഴും മറ്റുള്ളവർ അപമാനിച്ചപ്പോഴും കണ്ട് സുഖിച്ച് രസിച്ച വ്യക്തിയാണ് ഈ തുഷാർ. കാരണം തുഷാർ എന്ന് പറയുന്നത് ഈ ഒരു രഹസ്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചതിയനാണ്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.